ഹലോ സർ. ഹലോ ആരതി, എനിക്ക് തന്നെ നേരിട്ടൊന്ന് കാണണം. എന്താ സർ, സച്ചിയെ കാണാനുള്ള സമയം തീരുമാനിച്ചോ? അതല്ല, ഇപ്പോ ആരതി വാദിക്കുന്ന കേസിന്റെ ഫയലുകൾ അതൊന്നുകൂടെ ഡിസ്കസ് ചെയ്യാനാ. ശരി സർ, ഞാൻ വരാം. സമയം എപ്പോഴാന്ന് വെച്ചാ സാറിനെ അറിയിച്ചാ മതി. സമയം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. പക്ഷെ ഒരു കാര്യം, താൻ വരുമ്പോൾ ഒറ്റയ്ക്ക് വന്നാൽ മതി, കൂടെ സച്ചി ഉണ്ടാവരുത്. സർ, അത് സച്ചിയുടെ കേസല്ലേ? സച്ചി കൂടെ ഉള്ളത് നല്ലതല്ലേ സർ? വേണ്ട. കഴിഞ്ഞ അവിടുത്തെ പ്രശ്നങ്ങൾക്ക് ശേഷം എനിക്ക് അയാളെ കാണാനേ താല്പര്യമില്ല. ഞാൻ ആരതിയെ വിളിച്ചത് ഈ കേസിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി മാത്രം, അല്ലാതെ സച്ചിയുടെ പേഴ്സണൽ കാര്യം സംസാരിക്കാനാണെങ്കിൽ വെറുതെ വരണമെന്നില്ല. അല്ല സർ, അത് നാളെ രാവിലെ ഞാൻ വരാം. ഹലോ സർ. എന്തായി? നാളെ കാണുന്നില്ല അദ്ദേഹം പറഞ്ഞേ? ഞാൻ കൂടി വരണമെന്നല്ലേ അദ്ദേഹം പറഞ്ഞേ? അത് സച്ചി, അദ്ദേഹം പറയൂ വക്കീലേ. കേസിന്റെ കാര്യം സംസാരിക്കാനാ എന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞത്. പക്ഷെ സച്ചി കൂടെ വരുന്നതിൽ അദ്ദേഹത്തിന് താല്പര്യമില്ല. അപ്പോ ഞാൻ കൂടെ വരണമെന്ന് അദ്ദേഹം പറഞ്ഞത് അല്ലേ? അതെ. അപ്പോ എന്നെ അദ്ദേഹം ഒഴിവാക്കാണല്ലേ? മനസ്സിലായി വക്കീലേ, എനിക്കിപ്പോ എല്ലാം മനസ്സിലായി. അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തണ്ട. ആദ്യം ഞാൻ അദ്ദേഹത്തെ കണ്ടെന്ന് സംസാരിക്കട്ടെ. അർച്ചനെ കുറിച്ചുള്ള സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയല്ലേ നമ്മൾ ഈ ഫൈറ്റെല്ലാം നടത്തുന്നേ? എന്നിട്ട് ആ കേസിലെ കക്ഷിയായ എന്നെ മാറ്റി നിർത്തി ഗോകുൽ സാറിന് എന്താ സംസാരിക്കാനുള്ളേ? ഞാൻ ചെന്ന അർച്ചനയുടെ കാര്യം സംസാരിക്കുമെന്ന് അയാൾക്കറിയാം. സച്ചി ടെൻഷൻ അടിക്കാതെ. എന്തായാലും നേരിട്ട് സംസാരിക്കുമ്പോ എനിക്ക് എല്ലാ കാര്യങ്ങളും ഓപ്പണായി അവതരിപ്പിക്കാൻ പറ്റും. വേണ്ട വക്കീലേ, എനിക്ക് വേണ്ടി വക്കീൽ ആരുടെയും മുമ്പില് അധികം താണു നിൽക്കണ്ട. ഇങ്ങനെ ഒഴിഞ്ഞു മാറി അയാൾക്ക് അധികകാലം ഇങ്ങനെ നടക്കാൻ പറ്റില്ല. എന്റെ അർച്ചനയും മോളെയും അവിടുത്തെ തടവറയിലിട്ടിട്ട് സമാധാനമായിട്ട് നടക്കാന്ന് അയാൾ വിചാരിക്കണ്ട. എന്റെ ജീവിതവും കുടുംബവും പിടിച്ചു പറിച്ച് സ്വന്തമാക്കാന്നാണോ അയാൾ കരുതുന്നേ? ഞാൻ വെറും ഭ്രാന്ത് പറയാണെന്നാണ് അയാൾ ഇനിയും വിചാരിക്കുന്നെങ്കിൽ എനിക്കത് മാറ്റിക്കൊടുത്തേ പറ്റൂ. ഇനി വക്കീല് എനിക്ക് വേണ്ടി അയാളെ വിളിക്കണ്ട. ചെയ്യാനുള്ളതൊക്കെ ഞാൻ ചെയ്തോളാം. സച്ചി, സച്ചി, സച്ചി ഒന്ന് നിക്ക്. സച്ചി ഇത് എങ്ങോട്ടാ പോകുന്നേ? അബദ്ധമൊന്നും കാണിക്കരുത്. ഇതുവരെ വക്കീല് പറഞ്ഞെല്ലാം കേട്ട് ഞാൻ മിണ്ടാതിരുന്നതാ അബദ്ധമായി പോയത്. ഇനി ഞാൻ അബദ്ധം കാണിക്കില്ല. ഇനി ചെയ്യാനുള്ളത് ഞാൻ ചെയ്തോളാം. എന്റെ അർച്ചനയുടെയും മോളുടെയും കാര്യത്തിലാവുമ്പോ ഏത് പാതാളത്തിലേക്ക് ഇറങ്ങി ചെല്ലാനും എത്ര വേണമെങ്കിലും താഴാനും എനിക്ക് ഒരു മടിയുമില്ല വക്കീലേ. കാര്യങ്ങളൊക്കെ ഇനി അങ്ങോട്ട് നല്ല വെടിപ്പായിട്ട് നടക്കും. അപ്പൊ ശരി വക്കീലേ.